ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 48. അല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നല്ലേ സിസ്റ്റർ എന്നോട് പറഞ്ഞത്? അപ്പോൾ പിന്നെ അയാളെവിടെ? ജോസഫ് ഒരു സംശയരോഗിയെപ്പോലെ ഡാനിയെ അടിമുടി ഒഴിഞ്ഞു നോക്കി. എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ടല്ലോ. എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകുമോ? വെറുതെ ഓരോന്ന് മോഹിച്ചു വന്നിട്ട് ഒടുവിൽ ഞാൻ നാണം കെടേണ്ടി വരുമോ? ജോസഫ് തുടർന്ന് ചോദിച്ച ആ വാക്കുകൾ മീരയുടെ നെഞ്ചിൽ ഒരു ഞെട്ടലായി പതിച്ചു. ഭയവും പരിഭ്രമവും കലർന്ന കണ്ണുകളോടെ അവൾ അറിയാതെ ഡാനിയെ നോക്കി. എന്നാൽ ഡാനിക്കപ്പോൾ ഉള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു. ഒരു പക്ക നാടക നടൻ്റെ മെയ് വഴക്കത്തോടെ ജോസഫിൻ്റെ മുഖത്ത് വിരിഞ്ഞ ഭാവങ്ങൾ അവൻ രസിച്ചു നോക്കി നിന്നു. മീര കാണാതെ ജോസഫ് ഡാനിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി പുഞ്ചിരിച്ചപ്പോൾ ഈ നാടകത്തിൻ്റെ അടുത്ത അംഗം അതിഗംഭീരമായി തുടങ്ങുകയാണെന്ന് ഡാനിക്ക് ഉറപ്പായി. ജോസഫ്, നിങ്ങൾ പരിധി വിട്ട് സംസാരിക്കുന്നു, സിസ്റ്റർ ഗൗരവത്തോടെ ഇടപെട്ടു. മീര നിങ്ങൾ ഈ കരുതുന്നത് പോലുള്ള ഒരാളല്ല. അവളുടെ ജീവിതത്തിൽ ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ സിസ്റ്റർ വാക്കുകൾ പാതിയിൽ നിർത്തി. മീരയെ ജോസഫിന് അഭിമുഖമായി ചേർത്ത് നിർത്തി. പിന്നെ തുടർന്നു. ഇതാണ് നിങ്ങൾ കാണാൻ വന്ന മീര. അവളുടെ മുൻപിൽ വെച്ച് ഇത്തരം നിലവാരമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം. അതവളെ വേദനിപ്പിക്കും. സിസ്റ്ററുടെ ശാസന കേട്ടതും ജോസഫ് പെട്ടെന്ന് അഭിനയത്തിൻ്റെ പുതിയൊരു തലം പുറത്തെടുത്തു. അയ്യോ, എന്നോട് ക്ഷമിക്കണം മീര. ഞാൻ കണ്ടില്ല ഇയാൾ ഇവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് ഈ വിദേശിയെ ഇവിടെ കണ്ടപ്പോൾ ഒരു നിമിഷം നിയന്ത്രണം വിട്ടുപോയതാ. ജോസഫ് മീരയെ നോക്കി കുറ്റബോധം അഭിനയിച്ചുകൊണ്ട് കപടമായൊരു ക്ഷമാപണം നടത്തി. അതൊന്നും സാരമില്ല ജോസഫ്, താൻ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ പറഞ്ഞുള്ളൂ. ഈ സാഹചര്യത്തിൽ ആർക്കും ഇങ്ങനെയൊക്കെയേ തോന്നൂ. സിസ്റ്റർ അയാളെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. മീര ഒരക്ഷരം പോലും മിണ്ടാതെ തറയിലേക്ക് നോക്കി നിന്നു. തനിക്ക് ചുറ്റും അരങ്ങേറുന്ന ആ ഒളിച്ചു കളികളോ ഡാനിയുടെയും ജോസഫിൻ്റെയും മുഖത്ത് മിന്നിമറയുന്ന നിഗൂഢമായ പുഞ്ചിരിയോ തിരിച്ചറിയാനാവാതെ വരാനിരിക്കുന്ന വിധിയുടെ ആഘാതത്തിനായി അവൾ കാതോർത്ത് നിൽക്കുകയായിരുന്നു. എൻ്റെ പൊന്നു സിസ്റ്ററെ, ഇത് പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ ആയല്ലോ, ജോസഫ് ആവേശത്തോടെ കൈകൾ കൂട്ടിത്തിരുമിക്കൊണ്ട് പറഞ്ഞു. അവൻ മേരിയുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നു. അവളുടെ ഉടലിനെ ആകെക്കൂടി ഒന്ന് ഒഴിഞ്ഞു നോക്കിയ ശേഷം വഷളൻ സ്വരത്തിൽ തുടർന്നു. എനിക്കിവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി സിസ്റ്ററെ. നല്ല പച്ചക്കരിമ്പ് പോലെ ഇരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവളെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോയാലോ എന്ന് തോന്നുവാ. അവൻ തൻ്റെ വിരലുകൾ മീരയുടെ തോളിലേക്ക് നീട്ടി. എൻ്റെ കൊച്ചേ, എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറയാമോ? എന്നിട്ട് വേണം എനിക്ക്. തൊട്ടുപോകരുതെന്നെ. അപ്രതീക്ഷിതമായ ആ അലർച്ചയിൽ എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ജോസഫിൻ്റെ കൈകൾ വായുവിൽ തങ്ങി നിന്നു. മീരയുടെ ശരീരം ദേഷ്യം കൊണ്ടും അറുപ്പുകൊണ്ടും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചുട്ടുപഴുത്ത കണ്ണുകളോടെ അവൾ സിസ്റ്ററെ നോക്കി. എനിക്ക് ഇയാളെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല, അവൾ അലറും പോലെ പറഞ്ഞു. എന്താ സിസ്റ്റർ ഇത്? വിളിച്ചു വരുത്തി അത്താഴമില്ലെന്ന് പറയുന്നത് കഷ്ടമല്ലേ? ജോസഫിൻ്റെ വാക്കുകളിൽ കപടമായ ഒരു പരിഭവം നിറഞ്ഞു. എനിക്ക് എന്താ ഒരു കുറവുള്ളത്? നോക്ക്, സൗന്ദര്യത്തിന് സൗന്ദര്യം, ആവശ്യത്തിന് സ്വത്ത്, പിന്നെ വിദ്യാഭ്യാസം. അതിപ്പോൾ ആരാ കാര്യമാക്കുന്നത്? 3ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ദൈവം എല്ലാം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കില്ലല്ലോ. ജോസഫ് അതിമനോഹരമായ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. സോറി ജോസഫ്, ഇവൾ പെട്ടെന്ന് ആവേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. സിസ്റ്റർ തെരേസ ഗൗരവത്തിൽ മീരയ്ക്ക് നേരെ തിരിഞ്ഞു. അവരുടെ മുഖത്തെ കാർക്കശ്യം മീരയെ തളർത്തി. മീര, നീ ഈ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സിസ്റ്ററുടെ സ്വരം കടുത്തു. ഇയാൾക്ക് ചില കുറവുകളൊക്കെ ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിന്റെ ജീവിതത്തിലെ കുറവുകൾ അതിലും എത്രയോ വലുതാണെന്ന് നീ ഓർക്കണം. നീ എന്തായാലും ഡാനിയെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. ആ മോഹം ഇനി വേണ്ട. അതുകൊണ്ട് ഇനി ഒന്നും പറയേണ്ടതില്ല. സിസ്റ്റർ തൻ്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ മുഖത്ത് ആവാഹിച്ച് അന്തിമവിധി പ്രസ്താവിക്കുന്നത് പോലെ പറഞ്ഞു. നിനക്കുള്ള വിവാഹ വസ്ത്രം ഞാൻ മുറിയിൽ വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് മാനന്തവാടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വിവാഹം നടന്നിരിക്കും. ഇനി ഒരക്ഷരം പോലും ശബ്ദിക്കരുത്. തൽക്കാലം നീ മുറിയിലേക്ക് വെക്കോ. ആ വാക്കുകൾ ഓരോന്നും മീരയുടെ ഹൃദയത്തിൽ കനലായി പതിച്ചു. തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിമിഷ നേരം കൊണ്ട് തകർന്നു വീഴുന്നത് അവൾ നിസ്സഹായതയോടെ നോക്കി നിന്നു. കണ്ണുനീർ കാഴ്ചയെ മറയ്ക്കുമ്പോഴും ഡാനിയുടെ മുഖത്തെ ഭാവം വായിച്ചെടുക്കാൻ കഴിയാതെ
അവൾ തൻ്റെ തകർന്ന ലോകത്തേക്ക് പതുക്കെ നടന്നു നീങ്ങി. 1 മിനിറ്റ്, അങ്ങനെ അങ്ങ് പോകല്ലേ, നമുക്ക് വിവാഹം അങ്ങ് ഉറപ്പിച്ചിട്ട് പോകാം. എന്തായാലും ഇവിടെ ഒരു സാക്ഷിയുണ്ടല്ലോ. അപ്പോൾ ഇത് താൻ തന്നെ അങ്ങിട്ട് കൊടുക്ക്. വിവാഹ നിശ്ചയത്തിൻ്റെ പ്രതീകമായി ഒരു സ്വർണ്ണവള ഡാനിക്ക് നേരെ നീട്ടിക്കൊണ്ട് ജോസഫ് പറഞ്ഞു. ഡാനി ആ വളയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ ഉള്ളിൽ മിന്നൽ പിണരുകൾ പാഞ്ഞു. മുഹമ്മദ് തൻ്റെ സഹോദരിക്ക് നൽകാനായി ഏൽപ്പിച്ചിരുന്ന അതേ വള ഇതെങ്ങനെ ഈ മനുഷ്യൻ്റെ കയ്യിലെത്തി? ആ ചോദ്യത്തോടെ അയാൾ സംശയത്തോടെ ജോസഫിനെ നോക്കി. മീര കാണാതെ ജോസഫ് അമലിന് നേരെ ഒരു രഹസ്യ ആംഗ്യം കാണിച്ചു. ആ പദ്ധതിയുടെ ആഴം ഡാനിക്ക് അപ്പോഴാണ് പിടികിട്ടിയത്. എന്നതാ നോക്കി നിൽക്കുന്നത്, ഇതങ്ങോട്ട് ഇട്ട് കൊടുക്ക്, ബന്ധം അങ്ങ് സ്ട്രോങ് ആകട്ടെ. സിസ്റ്റർ തെരേസ ഡാനിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആവേശത്തോടെ പറഞ്ഞു. ഡാനി പതുക്കെ മീരയുടെ അടുത്തേക്ക് നടന്നു. അപ്പോൾ ഒരാലില പോലെ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ഉറക്കെ വിളിച്ചു പറയണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. എല്ലാം തൊണ്ടക്കുഴിയിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഒരു ശില കണക്കെ അവൾ നിശ്ചലയായി നിന്നു. ഡാനി ഒട്ടും വേദനിപ്പിക്കാതെ സ്നേഹത്തോടെ ആ വള അവളുടെ കയ്യിലേക്ക് എണീച്ചു. തൻ്റെ പ്രണയം മറ്റൊരുവൻ്റെ പേരിൽ താൻ തന്നെ ഉറപ്പിക്കേണ്ടി വരുന്നതിൻ്റെ നീറ്റൽ ഡാനിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴും കിച്ചുവും അവൻ്റെ സ്നേഹവും അവനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഭാവന, മീരയും കുട്ടി മുറിയിലേക്ക് പൊയ്ക്കോളൂ. ഇനി ഇവിടെ നിൽക്കേണ്ട. നാളത്തെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. അവളുടെ വസ്ത്രങ്ങൾ പാകമാണോ എന്ന് ഇന്ന് തന്നെ ഒന്നിട്ട് നോക്കിയേക്കണം. സിസ്റ്റർ തെരേസ പറയുമ്പോൾ ഒരു യന്ത്രം കണക്കെ മീര ഭാവന സിസ്റ്റർക്കൊപ്പം മുറിയിലേക്ക് നടന്നു. അവർ കാഴ്ചയിൽ നിന്നും മറഞ്ഞതും ജോസഫ് ഒരു ദീർഘനിശ്വാസത്തോടെ സോഫയിലേക്ക് തളർന്നിരുന്നു. തൻ്റെ മുഖത്തെ കപടമേഷം അഴിച്ചു മാറ്റി അയാൾ പതുക്കെ ചിരിച്ചു. എൻ്റെ കർത്താവേ, ആ കൊച്ചിൻ്റെ വാശി കണ്ടോ സിസ്റ്ററെ? ഒന്ന് അടുത്തേക്ക് ചെല്ലാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. വെറുതെ എൻ്റെ അഭിനയം മൊത്തം പാഴായി പോയല്ലോ. ഇനിയിപ്പോൾ എന്താ ഒരു മാർഗം? ജോസഫിൻ്റെ ആദ്യ കണ്ടപ്പോൾ അമലിന് ചിരി അടക്കാനായില്ല. അവൻ ജോസഫിൻ്റെ തോളിൽ തട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെങ്ങനെയാ ജോസഫേ, താനവിടെ അഭിനയിക്കുകയായിരുന്നില്ലല്ലോ, അങ്ങോട്ട് ജീവിക്കുകയായിരുന്നല്ലോ. ഉള്ളിലെ പഴയ തനി സ്വഭാവം പുറത്തെടുക്കാൻ കിട്ടിയ അവസരം നന്നായി അങ്ങ് ഉപയോഗിച്ചു അല്ലേ? അമലിൻ്റെ ആ കളിയാക്കലിൽ ആ മുറിയിലെ ഗൗരവം അലിഞ്ഞില്ലാതായി. അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. സ്നേഹത്തിൻ്റെ പേരിലുള്ള ആ വലിയ ചതിക്കുഴിയിൽ മീര വീണ് കഴിഞ്ഞിരിക്കുന്നു. അവളെ ഡാനിയുടെ കൈകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ ഇത്രയും ക്രൂരമായ ഒരു വേഷം കെട്ടേണ്ടി വന്നതിൽ എല്ലാവർക്കും ഒരുപോലെ കുറ്റബോധമുണ്ടായിരുന്നു. എങ്കിലും നാളെ വിവാഹ മണ്ഡപത്തിൽ വെച്ച് അവൾ തിരിച്ചറിയാൻ പോകുന്ന ആ വലിയ സത്യത്തിൻ്റെ തിളക്കം ഓർക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സന്തോഷം നിറഞ്ഞു. വളയിട്ട് കൊടുക്കുമ്പോൾ മീരയുടെ കണ്ണുകളിൽ കണ്ട ആ കഠിനമായ ഭയവും പിടിച്ചിലും ഡാനിയുടെ ഉള്ളിൽ ഒരു നീറ്റലായി ബാക്കിയായി. തൻ്റെ പ്രണയത്തെ വീണ്ടെടുക്കാൻ അവളെ ഇത്രത്തോളം വേദനിപ്പിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് അവൻ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. സ്നേഹത്തിൻ്റെ ഈ ക്രൂരമായ നാടകം അവളെ എത്രത്തോളം തളർത്തിയിട്ടുണ്ടാകും? അവൻ സ്വയം ചോദിച്ചു. എന്തായാലും എല്ലാവരും അത്താഴം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. നാളെ വരെ സമയമുണ്ടല്ലോ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. സിസ്റ്റർ തെരേസ തൻ്റെ മുഖത്ത് വീണ്ടും ഗൗരവം ആവാഹിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ കണ്ണുകളിൽ ഒരു മിന്നലാട്ടം പോലൊരു പുഞ്ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഡാനിയും അമലും ജോസഫും അവർക്കായി ഒരുക്കിയ മുറികളിലേക്ക് നടന്നു. രാത്രിയുടെ നിശബ്ദത ആ വലിയ മഠത്തെ പാടെ വിഴുങ്ങിയിരുന്നു. പുറത്തെ കാറ്റ് മരച്ചില്ലകളെ തഴുകി കടന്നു പോകുമ്പോൾ ഡൈനിങ് ടേബിളിന് മുകളിലെ നേർത്ത വെളിച്ചത്തിൽ നിഴലുകൾ ചുവരുകളിൽ നിഗൂഢമായി നൃത്തം ചെയ്തു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടാണ് അമേലിയുടെ ആ ലോലമായ ചോദ്യമുയർന്നത്. സിസ്റ്ററമ്മേ, ഞാനിന്ന് മീരയ്ക്കൊപ്പം കിടന്നോട്ടെ? അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു തുളുമ്പിയ സ്നേഹവും കരുതലും കണ്ടു നിന്നവരുടെ ഉള്ളൊളിച്ചു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നൊരു പരുക്കം ശബ്ദം അവിടെ മുഴങ്ങി. അത് വേണ്ട. ആ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അത് ഡാനിയായിരുന്നു. അപ്പോൾ അവൻ്റെ സ്വരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രണയവും വേദനയും കലർന്ന ഒരുതരം വാശി പ്രകടമായിരുന്നു. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അവൾ എൻ്റെ അമ്മയല്ലേ? എന്നെ തടയാൻ നിനക്കെന്ത് അവകാശം? അമേലിയ വല്ലാത്ത ദേഷ്യത്തോടെ ഡാനിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു.
ഡാനിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മെറി ആ സംഭാഷണത്തിലേക്ക് കടന്നു വന്നു. അവളുടെ വാക്കുകൾ മൂർച്ചയുള്ള അമ്പുകൾ പോലെയായിരുന്നു. അവൻ്റെ അവകാശം അവിടെ നിൽക്കട്ടെ, നിനക്കെന്താണ് മീരയിൽ അവകാശമെന്ന് പറ. മീരയുടെ മകളായി അംഗീകരിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടാകും, പക്ഷേ ആഗ്രഹങ്ങളെ അവകാശങ്ങളായി കാണാൻ കഴിയില്ലല്ലോ. നിന്നെ മകളായി സ്വീകരിക്കാൻ മീരയ്ക്ക് കഴിയില്ല. മെറി ഒരു ദാക്ഷിണ്യവുമില്ലാതെ തുടർന്നു. ജീവിതത്തിൽ നിന്റെ ഡാഡി അവൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്കുള്ള ഒരു പ്രത്യുപകാരം മാത്രമാണ് നീ എന്ന ഈ ജന്മം. അല്ലാതെ അവളുടെ ജീവിതത്തിൽ നിനക്ക് മറ്റ് അവകാശങ്ങളൊന്നുമില്ല. മെറി തൊടുത്തുവിട്ട ഓരോ വാക്കുകളും മീരയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടെന്ന് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്കിലും ഈ കൈപ്പേറിയ സത്യങ്ങൾ ഏതെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടിയാകാമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും മൗനം പാലിച്ചു. മെറി, നിന്റെ വാക്കുകൾ അതിരുകടക്കുന്നു. അതിന് ഉത്തരം പറയേണ്ടത് നീയല്ല, മീരയാണ്. സിസ്റ്റർ തെരേസ അവളെ കർക്കശമായി ശാസിച്ചു. മീര, അവളൊന്നും പറയില്ല സിസ്റ്ററെ. അവൾക്ക് ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു എന്ന് മാത്രം. മറ്റാരേക്കാളും അധികം അവളെ അറിയുന്നത് ഞാനാണ്. മെറി വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പറഞ്ഞു. അത് കേട്ട് അമേലിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൾ എല്ലാവരെയും നോക്കി അപേക്ഷിച്ചു. എന്നാലും ഒരേ ഒരു തവണ ഞാൻ എൻ്റെ അമ്മയോടൊപ്പം കിടന്നോട്ടെ. എൻ്റെ മരണം വരെ എനിക്ക് ഓർത്തു വയ്ക്കാൻ ഈ ഒരു രാത്രിയെങ്കിലും തരൂ, പ്ലീസ്. അവളുടെ ആ അപേക്ഷ കേട്ട് കണ്ടു നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാവരും വേദനയോടെ മീരയെ നോക്കി. എന്നാൽ ഡാനി പതുക്കെ എഴുന്നേറ്റു. കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പാതിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ അമേലിയെ ചേർത്ത് പിടിച്ചു. മോളെ, അത് വേണ്ട. ഇനി അതുകൂടി ഓർത്ത് വേദനിക്കാൻ ഈ ഡാഡിക്ക് വയ്യ. നിനക്കെന്നും ഈ ഡാഡി മാത്രമേ ഉള്ളൂ. ഡാഡി മരിക്കുന്നതുവരെ ഈ ഡാഡിയുടെ നെഞ്ചിൽ നിനക്കുറങ്ങാം. ഡാനി അത് പറയുമ്പോൾ അവൻ്റെ സ്വരം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. പ്രാണന് തുല്യം സ്നേഹിച്ചവളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നതിൻ്റെ വിങ്ങലും മകളോടുള്ള അടങ്ങാത്ത വാത്സല്യവും ആ വാക്കുകളിൽ തളം കെട്ടി നിന്നു. ഡാനിയുടെ ഇടറിയ ശബ്ദത്തിന് പിന്നാലെ ആ മുറിയിൽ കനത്ത നിശബ്ദത പടർന്നു. അമേലിയെ ചേർത്ത് പിടിച്ച് വിങ്ങുന്ന ഹൃദയത്തോടെ ഡാനി അവിടെ ഇരിക്കുമ്പോൾ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ജോസഫിൻ്റെ വഷളൻ ചിരി ഉയർന്നു. എൻ്റെ പിള്ളാരെ, നിങ്ങൾ മീരയുടെ കൂടെ കിടക്കാൻ ഇങ്ങനെ മത്സരിക്കുകയൊന്നും വേണ്ട. ഈ രാത്രി എനിക്ക് വേണം. വിവാഹത്തിന് മുൻപ് എനിക്ക് മീരയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ അല്പം സമയം കിട്ടുന്നത് നല്ലതല്ലേ? മീരയുടെ ഉടലിലൂടെ പാമ്പിനെ പോലെ ഇഴയുന്ന ഒരു വഷളം നോട്ടം എറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടത് മീരയുടെ ഉള്ളിൽ ഭയവും അറപ്പും ഇരച്ചു കയറി. ജോസഫിൻ്റെ സാമീപ്യത്തിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെടാൻ എന്നോണം അവൾ മെറിയുടെ കൈകളിൽ ബലമായി മുറുക്കി പിടിച്ചു. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. ഞാനിന്ന് മെറിക്കൊപ്പമാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരൊറ്റ ശ്വാസത്തിൽ അത് പറഞ്ഞു തീർത്ത മീര മറ്റാരെയും നോക്കാതെ മെറിയെയും വലിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടന്നു. വാതിലടച്ച് ആ കുറ്റി വീണപ്പോൾ മാത്രമാണ് അവൾക്ക് ശ്വാസം നേരെ വീഴും പോലെ തോന്നിയത്. ജോസഫിൻ്റെ ആ നോട്ടത്തിൽ നിന്നും ഡാനിയുടെ വാക്കുകൾ ഏൽപ്പിച്ച മുറിവിൽ നിന്നും താൽക്കാലികമായി ഒളിക്കാൻ എന്നവണ്ണം അവൾ മെറിയോട് ചേർന്ന് കട്ടിലിലേക്കിരുന്നു. മെറി, നീ പറ, മാർക്കിൻ്റെ വിശേഷങ്ങൾ, നിൻ്റെ അമ്മയുടെ വിശേഷങ്ങൾ എല്ലാം കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു. ഏറെ നേരത്തിന് ശേഷം മീര സാവധാനം ചോദിച്ചു. തന്നോട് ചേർന്ന് കിടക്കുന്ന മെറിയുടെ മുടിയിഴകളെ വിറയ്ക്കുന്ന കൈകളാൽ തലോടിക്കൊണ്ട് അവൾ അവളുടെ ഉത്തരത്തിനായി കാതോർത്തു. പുറത്തെ കാറ്റിൻ്റെ ഇരമ്പലിനേക്കാൾ വേഗത്തിൽ തൻ്റെ ഹൃദയമിടിക്കുന്നത് മെറി അറിയാതിരിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എല്ലാം നന്നായി പോകുന്നു മീര. അവർ രണ്ടുപേരും ബിസിനസ്സുമായി ഓടി നടക്കുന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ യഥാർത്ഥ കുടുംബം ഡാനിയും അമ്മുക്കുട്ടിയും ഹെലനുമൊക്കെയാണ്. നിനക്ക് എൻ്റെ വീട് കാണണോ? മീര അതിനുത്തരമായി സാവധാനമൊന്ന് മൂളി. അപ്പോഴും അവളുടെ മനസ്സ് ഏതോ ചിന്താ ചുഴിയിലായിരുന്നു. ഒരു മിനിറ്റ് മീര, എൻ്റെ മൊബൈൽ ഞാൻ ഹോളിൽ മറന്നു വെച്ചെന്ന് തോന്നുന്നു. എടുത്തിട്ട് പെട്ടെന്നിങ്ങി വരാം. ഉറങ്ങിയേക്കരുത് കേട്ടോ. മെറി അത്രയും പറഞ്ഞ് വേഗത്തിൽ പുറത്തേക്ക് നടന്നു.
ഹോളിൽ അമേലിയയും സിസ്റ്റർ തെരേസയും ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു. മെറിയെ കണ്ടതും അമേലിയ ആകാംക്ഷയോടെ ഓടിയെടുത്തു. മെറി, എന്തായി? വല്ലതും നടക്കുമോ? മെറി അമേലിയയുടെ കവളിൽ വാത്സല്യത്തോടെ ഒന്ന് തലോടി. ഒന്ന് ആഞ്ഞു പ്രാർത്ഥിച്ചോ മോളെ, ഇതൊരു അവസാനത്തെ കളിയാണ്. ഇതും കൂടി പരാജയപ്പെട്ടാൽ നമ്മൾ വെറും കൈയോടെ മടങ്ങേണ്ടി വരും. മൊബൈലുമായി തിരികെ മുറിയിലേക്ക് നടക്കുമ്പോൾ മെറിയുടെ ഉള്ളിൽ മീരയുടെയും ഡാനിയുടെയും ജീവിതം തുന്നിച്ചേർക്കാനുള്ള ആ നിഗൂഢതന്ത്രം പൂർണ്ണ രൂപം കൈവരിക്കുകയായിരുന്നു. മുറിയിലെത്തിയ മെറി മീരയോട് കുശലം പറഞ്ഞുകൊണ്ട് മാർക്കിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മാർക്ക്, ഇത് നോക്കിക്കേ, എൻ്റെ കൂടെയുള്ളത് ആരാണെന്ന് മനസ്സിലായോ? സ്ക്രീനിൽ മാർക്കിൻ്റെ തെളിഞ്ഞ മുഖം കണ്ടതും അവൾ ആവേശത്തോട് ചോദിച്ചു. മൊബൈൽ സ്ക്രീനിൽ തെളിഞ്ഞ മീരയുടെ മുഖം കണ്ടതും മാർക്കിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഏയ് മീര, തനിക്കൊരു മാറ്റവുമില്ലല്ലോ. ആ പഴയ മീര തന്നെ. ഹെയർ സ്റ്റൈലിന് അല്പം മാറ്റം വന്നു, പിന്നെ ഒരു കണ്ണടയും. അവിടെ എല്ലാവർക്കും സുഖമാണോ? ബിസിനസ്സിൻ്റെ അല്പം തിരക്കായിപ്പോയി, അല്ലെങ്കിൽ നിന്നെ കാണാൻ ഞങ്ങളും വന്നേനെ. മാർക്ക് തികഞ്ഞ സന്തോഷത്തോടെയും ആവേശത്തോടെയും പറഞ്ഞു. നിങ്ങൾക്ക് ഇനിയും വരാമല്ലോ മാർക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. മീരയുടെ ആ വാക്കുകളിൽ ഒരുതരം നിസ്സംഗത പടർന്നിരുന്നു. അത് കേട്ടപ്പോൾ മാർക്കിൻ്റെ മുഖത്ത് നേർത്തൊരു നിരാശ നിഴലിച്ചു. മാർക്ക്, തിരക്കില്ലെങ്കിൽ മീരയ്ക്ക് നമ്മുടെ വീടും ഡാനിയുടെ വീടുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമോ? മെറി അത് ചോദിച്ചപ്പോൾ മാർക്ക് സന്തോഷത്തോടെ അവർക്ക് നേരെ പുഞ്ചിരി തൂകി. അയാൾ ക്യാമറ തിരിച്ച് അവർ താമസിക്കുന്ന ആ വലിയ മാളിക വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ചുറ്റി നടന്ന് കാണിച്ചു. ആ വീടിൻ്റെ വിസ്തൃതി കണ്ട് മീര അത്ഭുതപ്പെട്ടു. വെറും 3 പേർക്ക് താമസിക്കാൻ ഇത്ര വലിയൊരു കൊട്ടാരമോ? അവൾ സ്വയം ചോദിച്ചു. വീടിൻ്റെ ഓരോ കോണും വിവരിച്ചുകൊണ്ട് മാർക്ക് പതുക്കെ ആ കോമ്പൗണ്ട് കടന്ന് തൊട്ടടുത്തുള്ള ഡാനിയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. മീരയ്ക്ക് പൂക്കൾ ഒരുപാട് ഇഷ്ടമാണല്ലേ? മുറ്റത്തെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വർണ്ണപ്പൂക്കൾ കണ്ടപ്പോൾ മീരയുടെ മുഖത്ത് വിടർന്ന പുഞ്ചിരി ശ്രദ്ധിച്ചുകൊണ്ട് മാർക്ക് ചോദിച്ചു. പിന്നെ അയാൾ തുടർന്നു പറയാൻ തുടങ്ങി. ഈ വീട് പണിതപ്പോൾ തന്നെ ഇതിനു ചുറ്റും നിറയെ പൂക്കൾ വേണമെന്ന് ഡാനിക്ക് വലിയ നിർബന്ധമായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് അയാൾ നിശബ്ദനായി. ആ ഗാർഡനിലെ ഓരോ ചെടിയും കാണുമ്പോൾ മീരയുടെ ഉള്ളൊന്നു പിടഞ്ഞു. പണ്ടെങ്ങോ വെറുതെ തമാശയ്ക്ക് അവൾ പറഞ്ഞിട്ടുള്ള കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ, അതെല്ലാം ഡാനി ആ വീട്ടിൽ പകർത്തി വെച്ചിരിക്കുന്നു. തൻ്റെ ഓരോ ഇഷ്ടങ്ങളും ഹൃദയത്തിൽ കൊത്തിവെച്ച് അവയ്ക്കായി ഒരു വീടൊരുക്കിയ ഡാനിയുടെ പ്രണയം തിരിച്ചറിഞ്ഞപ്പോൾ മീരയിൽ നിന്നും നീണ്ടൊരു നെടുവീർപ്പ് പുറത്തേക്ക് വന്നു. പെട്ടെന്ന് മാർക്ക് ഒരു മുറിയുടെ വാതിൽ തുറന്നു. ഹെലൻ, ദേ ഇതാരാണെന്ന് നോക്കിക്കേ. ഓർമ്മയിൽ മുങ്ങിത്താഴുകയായിരുന്ന മീര ഞെട്ടലോടെ സ്ക്രീനിലേക്ക് നോക്കി. ബെഡിൽ തളർന്നു കിടക്കുന്ന ഒരു വൃദ്ധരൂപം. മാർക്ക് അവരുടെ അരികിലേക്കിരുന്നു കൊണ്ട് പതുക്കെ പറഞ്ഞു. മീര, ഇതാണ് ഹെലൻ, ഡാനിയുടെ മമ്മി. ആ സ്ത്രീ കണ്ണുനീർ വാർത്തുകൊണ്ട് മീരയെ നോക്കി കൈകൂപ്പി. ഞാനീ കാണുന്നത് സത്യമാണോ? എൻ്റെ മക്കൾ ഒടുവിൽ മീരയെ കണ്ടെത്തിയോ? എനിക്കിനി സമാധാനമായി, മരിച്ചാലും വേണ്ടില്ല. ഹെലൻ്റെ വിറയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തനിക്കു വേണ്ടി ഇത്രയേറെ കാത്തിരിക്കുന്ന ഒരു കുടുംബം അക്കരെയുണ്ടെന്ന തിരിച്ചറിവ് അവളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ആ നിമിഷത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ മെറി പെട്ടെന്ന് ഫോൺ വാങ്ങി ഹെലനോട് ചോദിച്ചു. ഹെലൻ, ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് ചെയ്തു തരാമോ? പറ്റില്ലെന്ന് മാത്രം പറയരുത് പ്ലീസ്. ആരും അറിയാതെ ഒരേ ഒരു തവണ മാത്രം. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.